ഹലോ ഗായ്സ്, സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഇതിലാണ് എൻ്റെ പഴയ സാധനങ്ങൾ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് തുടങ്ങാം. പിന്നെ എന്താ ഇവിടെ ഇത്ര വേസ്റ്റ് എന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ കുറച്ച് നമ്മൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകളൊക്കെ കേട്ടോ ഞാൻ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നല്ല നല്ല എസ്തറ്റിക് ആയിട്ടുള്ള കുറേ സ്റ്റിക്കർ പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തതിന് ശേഷം ആണ് പിന്നെ ഇന്നലെ ഞാൻ ഷോർട്സ് വീഡിയോ ഇങ്ങനെ ഇട്ടൊരു പൈപ്പ് ക്ലീനർ വെച്ചിട്ടൊരു കീച്ച ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെതും എല്ലാതിൻ്റെയും കൂടെ ആയിട്ടുള്ള വേസ്റ്റാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സ്റ്റിക്കറുകളും കൂടെ ഇട്ടേക്കാനൊരു ഓർഗനൈസർ ബോക്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ മടിയായി, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഈ ബോക്സിൽ ആണ് എൻ്റെ പശയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെന്താ ഈ പൈപ്പ് ക്ലീനറൊക്കെ ഒന്നാകെ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉള്ള സ്റ്റെപ്പുമ്പോൾ കട്ടവെക്കൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കറുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാനത് വെച്ച് ഇന്നലെ തന്നെ 2 സ്പ്രെഡ് ഒപ്പിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതുപോലെ കുറേ സംഭവങ്ങൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുഞ്ഞിതാണ്. അപ്പോൾ അതൊക്കെ ഒരു സംഭവത്തിൽ എന്തായാലും ഇട്ട് വെക്കണം. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നലെ ഇട്ടത്. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നും ബോക്സിൽ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു ബോക്സ് എന്തായാലും ഞാൻ മാറ്റും, കാരണം എന്നെ കാണാൻ അത്രയ്ക്ക് അങ്ങനത്തെ ഇതില്ല. അപ്പോൾ എന്തായാലും ജനറൽ സപ്ലൈസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ് ക്ലീനർ ഇതുപോലെ ഇത് കഴിയാനായിട്ടുണ്ട്, എന്നാലും ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു ഷീറ്റ് മാറ്റാൻ പോകും കേട്ടോ. ഞാൻ ആ കവർ എന്തിനാണ് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇത് ആ മാഷിൻ്റെ അടിയിലേക്ക് പോകട്ടോ. ഇതിൻ്റെ ഒരു പെയിൻറ്റിന് അങ്ങനെ പോയിട്ടുണ്ട്, അതിപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം ഇതിന്മേ ഞാൻ നോക്കുമ്പോൾ ഇതാ ഒരു കറ പോലെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കിയിട്ടാണ് ഒട്ടിക്കൽ. എന്തായാലും ഗണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ അതായതാണ്. അങ്ങനെ പിന്നെ ഞാൻ കവറെല്ലാം വെച്ചിട്ട് ഇതൊക്കെ വിരിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ബുക്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഡയറിയാണ്. അതിൽ ഞാൻ പലതും ചെയ്യാറുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ബ്രൗൺ ജേണൽ ഡയറി, മറ്റേതും ജേണലിൻ്റെ ബുക്കാണ് കേട്ടോ. മറ്റേ ബ്രൗൺ ഫുള്ളും കഴിഞ്ഞു. പിന്നെ ഇത് 2 ഞാൻ ഉണ്ടാക്കിയതാണ് സ്റ്റഡി ബുക്ക് പോലെ. പിന്നെ ഇത് 2 ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. ഇത് ഞാൻ ഇത് സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് 7th പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഈ ഒരു ബോക്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ ഇവിടെ ഈ ഒരു പേപ്പർ പിന്നെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു കുട്ടി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലാമ്പാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ലവ് പോലത്തെ ഉണ്ടല്ലോ ഒരു ഹാർട്ട് ഷേപ്പ്, അതും എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയത് തന്നെയാണ്. അത് നമ്മൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സ് ആയിട്ട്, ഒരു സോയിൽ ക്ലേ ഉണ്ടാക്കണം, അത് വെച്ചുണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച ടൈമിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ടേബിളിൽ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് സംഭവം ഇത് എനിക്കറിയില്ല, ഇതെനിക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്. പിന്നെ എൻ്റെ ടേബിളിൻ്റെ ഓരോടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ല അതുപോലെ പൊടിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെൻ ഹോൾഡറിൽ ഇങ്ങനെ ഓരോ പെൻസും കാര്യങ്ങളൊക്കെ വെച്ചു ഗൈസ്. പിന്നെ എന്താ ഈ ഒരു പെയിൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു പെയിൻറ്റിങ്. പിന്നെ ഇതിനപ്പുറത്ത് തന്നെ ഇതുണ്ട്, എന്താ പറയുക, ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തേനു. അപ്പോൾ പിന്നെ ഞാൻ ഡിസൈൻ്റെ ബാക്കിൽ ഇത് ചെയ്ത് വലിയ രസമൊന്നുമില്ല, പക്ഷെ എന്നാലും വെറുതെ അങ്ങനെ വെക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെക്കുന്നത് ക്യാൻഡിലാണ്. ആക്ച്വലി കേസ് ഞാൻ ഇപ്പോഴാട്ട് ആ ക്യാൻഡിലിൻ്റെ മൂഡ് അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. അത് പിന്നെ ഈ ഒരു സ്പ്രിങ് ഫ്ലവർ ഉണ്ടല്ലോ പൈപ്പ് ക്ലീനർ ഇട്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വാഷി ടാപ്പിൻ്റെയും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു പൗച്ച് പിന്നെ ജേണൽ സപ്ലൈസൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ലുക്ക് തന്നെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ ഓരോ പാർട്ടാക്കിയിട്ടും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട്, ഇനി ഞാൻ ഈ ഫോൾസിലും കാര്യങ്ങളിലൊക്കെ ചെയ്തതൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ ആ ബോക്സ് എന്തായാലും അവിടെ നിന്ന് മാറ്റണം, വലിയ രസമൊന്നുമില്ല കാണാൻ. പിന്നെ ഈ ഒരു പെയിൻറ്റിൻ്റെതും എൻ്റെ ഈ ഒരു എന്താ പറയുക ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സാധനം കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ ഗൈസ് ഫൈനൽ ലുക്ക് അങ്ങനെ വലിയ ചേഞ്ചൊന്നും എത്തിയിട്ടില്ല, എന്നാലും ഒന്നും കൂടെ ഒന്ന് ഓർഗനൈസ് ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടിയിലാണ് ഗൈസ്. ഇവിടെ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവില്ല, ഭയങ്കര വൃത്തിയിടാൻ നിൽക്കും. പക്ഷെ എന്നാലും ഞാനൊന്ന് ഇങ്ങനെ എല്ലാതും ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനുണ്ടാക്കിയൊരു ബുക്ക് ഹോൾഡറാണ്, ഇതിൻ്റെ വീഡിയോ നട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡെസ്കിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര രസമില്ലാത്ത പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ അതിവിടെ വെക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ആഗ്രഹിച്ചുണ്ടാക്കിയതായിരുന്നു, പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പോയി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാതും ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഈ പൈപ്പ് ക്ലീനറൊക്കെ അവിടെ വെക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ കുറച്ചൊരു സ്പേസാണ് കേട്ടോ ഈ ഒരു അടിയിൽ. അവിടെയും ആദ്യം മേലെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയും അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലതും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയായിരുന്നു കച്ചറകൾ. ഈ വലിയ പേപ്പറൊക്കെ അതുപോലെ ഒരു കവറിലോട്ട് ഇങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു വാരി അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി എടുത്തപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലതും ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം എന്താ പറയുക, ഇതാണ് നമ്മുടെ ലുക്ക് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ട ഫെയർ ലൈറ്റൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.